മൈ യൂട്യൂബ് ചാനൽ മലയാളി ഫ്രം UAE. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അബുദാബി ബസ് സ്റ്റേഷനിലാണ് കേട്ടോ. മെയിൻ ബസ് സ്റ്റേഷനാണിത്. ഇവിടുന്ന് ഞങ്ങള് ദുബായിക്ക് പോവാണ്. ജസ്റ്റ് ഒരു 3-4 ദിവസത്തെ അവധി കിട്ടി. അപ്പൊ ദുബായിക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. ആ കാണുന്നുണ്ട്, അത് മരം ഒടിഞ്ഞു വീണതല്ല കേട്ടോ. അബുദാബി പബ്ലിക് ആർട്ടിന്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, അബുദാബിയിലെ മിക്ക സ്ഥലങ്ങളിലും അവരിങ്ങനെ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അബുദാബി ബസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി. ഇൻസൈഡ് ഒക്കെ കണ്ടോ, നല്ല മനോഹരമായിട്ടാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും ക്യൂ നിൽക്കാൻ അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല. ചിലപ്പം വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ വീക്കെൻഡ് അല്ലാത്ത ദിവസം നോക്കിയാണ് ഇറങ്ങിയത്. ഇങ്ങനെ ബസ് കാർഡൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ വീണ്ടും ഇൻസൈഡിലേക്ക് കയറി. ഇവിടെയാണ് ബസ്സൊക്കെ വന്ന് കിടക്കുക. അപ്പം ഇവിടുന്നാണ് റാസൽ ഖൈമ, ഷാർജ, പിന്നെ ദുബായ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒക്കെ ബസ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് ബസ്സിനാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ദുബായി ചെന്നു. ഹോട്ടൽ നേരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെക്കിന് ഒന്നും ഒരു താമസം ഉണ്ടാവില്ല. ഞങ്ങളൊരു ഉച്ചയ്ക്ക് കഴിഞ്ഞു ചെന്നപ്പോഴത്തേക്കും. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാന്ന് കരുതി ഒന്ന് ഫ്രഷ് ആയി ചായയൊക്കെ കുടിച്ചു. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ റൂമിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നേ. ഇവിടെ താഴെ ഇങ്ങനെ അബ്രാസ് പോകുന്നുണ്ട് അടുത്ത സൈഡിലേക്ക്, അടുത്ത കരയിലേക്ക്. അപ്പം നമുക്ക് ആ വ്യൂ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബാൽക്കണി കൂടെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. അപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങള് വൈകുന്നേരം ആയപ്പോ ഇറങ്ങി. ഇപ്പൊ ഇവിടെ വിന്റർ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രാത്രിയാവും. അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നടന്നാൽ മതി, നമ്മുടെ അബ്രാ സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറി പോകുന്നത്. $1 ദിർഹമാണ് കേട്ടോ ബോട്ടിന് ചാർജ് വരിക. അബ്ര എന്ന് പറയുന്നത് ഇവരുടെ ട്രഡീഷണൽ ബോട്ടാണ്. അതായത് പണ്ട് തേരേനെയും ബർദുബായിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു ട്രാവൽ മാർഗമാണ് ഈ അബ്ര. ഇതിൽ കയറി പോകാന്ന് പറയുന്നത് നല്ലൊരു സൂത്തിങ് കാം എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നന്നായിട്ട് റിലാക്സ് ആകും. ഈ വാട്ടറൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്ന കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അത് ഈ രാത്രിയിൽ. ഇതിന്റെ അപ്പുറത്തുള്ളത് ഓൾഡ് സൂക്കാണ്, ഓൾഡ് സ്പൈസ് സൂക്കാണുള്ളത്. അങ്ങനെ ഇങ്ങേ കരക്കെത്തി. അപ്പൊ നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പൊ ഇവിടുത്തെ ടാക്സിക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തി. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. ലിൻഡോസ് ആണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 25 ദിർഹമാണ് വീക്ക് ഡേയ്സിൽ, വീക്കെൻഡിലാണെങ്കിൽ 30 ദിർഹം. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മണി ഒരു 500 ഒക്കെ വരുമായിരിക്കും. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളാണ് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇൻസൈഡിലേക്ക് കയറിയത്. കഫറ്റേരിയയോട് ചേർത്ത് ഒരു ചെറിയ വാട്ടർഫോൾ ഒക്കെ ഉണ്ട്. അതും വളരെ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻസൈഡിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വ്യൂ. ആകെ 26 പവലിയൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുന്നത് അമേരിക്ക, തായ്ലൻഡ്, ചൈന, ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളവിടെ ചെല്ലിപ്പോ അവിടെ തായ്ലൻഡ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിട്ടോ അവർ ഡാൻസ് കാണാനായിട്ട്. അപ്പൊ കയറി ചെന്നപ്പോൾ തന്നെ നിച്ചുനെ ആകർഷിക്കാൻ വേണ്ടി ബലൂൺ ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ നിച്ചൊരു ബലൂൺ വേണം, അത് കഴിഞ്ഞിട്ട് ഡിൻഡു അങ്ങോട്ട് പോയേക്കാണ്. അതിനുള്ള വാശിയാണ് കേട്ടോ ഈ കാണുന്നത്.
മിച്ചിന് അങ്ങനെ ഒരു ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് ഇനി ഞങ്ങൾ നടന്നു. ഇതെവിടെ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ഡയറക്റ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. നമ്മളവിടെ കയറി കഴിഞ്ഞ സമയം പോകുന്നതേ അറിയില്ല. നല്ല രസമാണ് കാണാനായിട്ട്. മൊത്തം ലൈറ്റ് വർക്ക്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഓരോ രാജ്യത്തിന്റെ പവലിയന്റെ ഉള്ളിലും കയറി നമുക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അവിടെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്നുണ്ട്, ചീപ്പായിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഫുഡ് നമുക്ക് ഈ ഒരൊറ്റ വിസിറ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ 100ഓളം ഫുഡ് ഔട്ട്ലെറ്റ്സുകളുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, നമുക്ക് ഒരുപാട് ഫുഡ്സ് കിട്ടും. അപ്പോൾ അത് ഹൈ പ്രൈസിലും ലോ പ്രൈസിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വാങ്ങിക്കണം. ഇവിടെ ഓരോ രാജ്യക്കാരും അവരുടെ കൾച്ചേഴ്സും അവരുടെ ആർട്ട് വർക്ക്സും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇത് യമന്റെ പവലിയനാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി. ഇവിടെ യമനിയുടെ സ്പൈസസ് ഉണ്ട്, മിക്സഡ് ഹെർബ്സ് ഉണ്ട്, അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവരുടെ ട്രഡീഷണൽ കുക്ക്വെയർ സെറ്റുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ രാജ്യത്തിൻ്റെതായ എല്ലാ ഐറ്റംസും അവരവിടെ പ്രസന്റ് ചെയ്യും. ഇത് കണ്ടോ, യമനിയുടെ പലതരത്തിലുള്ള ഹണീസ് ആണിത്. അത് ഓരോ തരം ഹണി ഉണ്ട്, വൈറ്റ് ഹണി, മൗണ്ടൻ ഹണി, അങ്ങനെയൊക്കെ. ഇത് ആയുധങ്ങളൊക്കെയാണേ. അവരുടെ ആർട്ട് വർക്ക്സും ക്രാഫ്റ്റും ഒക്കെ ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ വിലക്കൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. വലിയ വലിയൊരു സാധനങ്ങളും ഉണ്ട്, പക്ഷെ നമുക്കത് നോക്കി വാങ്ങിക്കാം കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ബാഗ്സുകൾ, ഇവരുടെ ക്ലോത്തുകൾ, ഇവരുടെ ഓർണമെന്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts. ഇത് ഇറാഖിന്റെ പവലിയനാണ്. ഇതിന്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറിയില്ല, ജസ്റ്റ് ഔട്ട് സൈഡിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഞങ്ങൾ വേഗം പോയി, ഫുള്ള് കണ്ടില്ല. ഏകദേശം പകുതി നടന്നപ്പോൾ തന്നെ മടുത്തു. അപ്പോൾ പിന്നെ തിരിച്ചു പോയി. പിന്നെ നിച്ചുവിനാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് വേണമെന്ന് പറഞ്ഞു. കാരണം കുറെ ബേബീസ് ഒക്കെ അവിടെ ഇങ്ങനെ കാറിൽ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് അവിടെ നിന്ന് കാറ് കിട്ടുമെന്ന്. ഒരു 25 ദിർഹമാണ് കേട്ടോ 2 hours നമുക്കവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ. അത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരാളടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവിടെ നിന്ന് ഇച്ചിരി കാറൊക്കെ വാങ്ങി, അല്ലെങ്കിൽ അവളെ എടുത്തോണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നടക്കും, പിന്നെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ എടുക്കണം, അങ്ങനെയായിരുന്നു. കാറ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയായി. പിന്നെ കാറിലായി അവളുടെ യാത്ര കഴിയുന്നു. അങ്ങനെ നിച്ചുവിന് കാറ് കിട്ടി. കാറും കൊണ്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ് അകത്തേക്ക്. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഇത് ഓപ്പൺ ചെയ്യുന്നത് 4 PM അപ്പോൾ 4 PM വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡേയിലെ വ്യൂവും കിട്ടും, നൈറ്റിലെ വ്യൂവും കിട്ടും. നൈറ്റിലാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ, നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നൈറ്റിലാണ്. അപ്പോൾ 2 വ്യൂവും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഡേയും നൈറ്റും കാണണമെന്നുണ്ടെങ്കിൽ ഒരു 4:35 ഒക്കെ ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ. മിഡ് നൈറ്റ് വരെ ഓപ്പൺ ആയിരിക്കും. ഇതാണ് കേട്ടോ കിഡ്സ് തിയേറ്റർ. ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീൽസ് ഓൺ ദ ബസ്, ബേബി ഷാർക്ക്, ഇതൊക്കെ ഡാൻസും പാട്ടൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് അതിനിടയ്ക്ക് നിച്ചിന് വിശന്ന്. അപ്പൊ ഞാൻ കുറച്ച് ബണ്ണൊക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഷോസ് ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഷോ ടൈം ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ റെയിൽവേ മാർക്കറ്റ്, കാർണിവൽ റൈഡ്സ്, ഫുഡ് ട്രക്സ്, ഫൗണ്ടൻ ഷോ, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് റഷ്യയുടെ പവലിയനാണ്. Our hearts beat to the city streets. We began to feel the fire. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നിച്ചാഹ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ പോവാന്ന് വിചാരിച്ച് അവൾ അവിടെയുള്ള ടെഡി ബിയറിനൊക്കെ ബൈ ബൈ പറയാനായിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി. Never stop as we shout from the top. We're gonna be two hearts running.